ഈ വീഡിയോയിൽ ഈ വെബ് സീരീസിനെ സംബന്ധിക്കുന്ന ചില സ്പോയിലർ ആയേക്കാവുന്ന കാര്യങ്ങളുണ്ട്. ഭയങ്കര സ്പോയിലർ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ടീസർ കാണുന്ന കഥയൊക്കെ നമ്മൾ തന്നെ ഊഹിച്ച് നോക്കിയാൽ കാണാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. പക്ഷേ ചില ആളുകൾക്ക് ഒട്ടും സ്പോയിലേഴ്സ് ഇഷ്ടമല്ല. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ പോർഷനിൽ ഞാൻ ഒട്ടും സ്പോയിലേഴ്സ് ഒന്നും പറയുന്നില്ല. പക്ഷേ എപ്പിസോഡ് വൈസ് സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് സ്പോയിലർ എലമെൻറ്റുകൾ ഉണ്ടായേക്കാം. അപ്പോൾ ഒട്ടും സ്പോയിലർ വേണ്ടെന്നാണെങ്കിൽ അവിടെ മുതൽ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഹലോ ഹായ് നമസ്കാരം. അരുൺ ബിയാർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന നിവിൻ പോളി, ശ്രുതി രാമചന്ദ്രൻ തുടങ്ങിയൊരു വലിയ താരനിരയുമായി വരുന്ന ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസായിരിക്കുന്ന ഏറ്റവും പുതിയ സീരീസാണ് ഫാർമ. ഇറ്റ്സ് ജസ്റ്റ് ബിസിനസ്. മെഡിക്കൽ ഫീൽഡിൽ അത് ഒരുപാട് പണമൊഴുകുന്നൊരു മേഖലയാണ്. അവിടെ അനവധി അഴിമതികൾക്കും മാൽ പ്രാക്ടീസസിനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നമുക്കും അറിയാവുന്നതാണ്. മാധ്യമങ്ങളിലൂടെ കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. പക്ഷേ ഒരു സാധാരണക്കാരെന്നുള്ള നിലയ്ക്ക് നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ആശുപത്രി പോകാമെന്നുള്ളതേ വഴിയുള്ളൂ. ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴും നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് അഡ്വാൻസ്മെൻറ്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് നമുക്കും ഉപകാരപ്രദമായ രീതിയിൽ അവൈലബിൾ ആയിരിക്കുന്നു. പക്ഷേ ഈ സീരീസിനെ കുറിച്ചുള്ള അഭിപ്രായം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, ഈ മെഡിക്കൽ ഫീൽഡ് അഡ്വാൻസ്ഡ് ആവുന്നതിൻ്റെ കൂടെ തന്നെ ചികിത്സാ ചെലവുകളും കൂടി വരികയാണ്. അതായത് നല്ല ചികിത്സയ്ക്ക് കൂടുതൽ പൈസ ചിലവാകും. അസുഖങ്ങളുടെ ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ വലിയ അസുഖങ്ങളൊന്നും നമുക്ക് വരില്ല എന്ന് നമ്മൾ വിചാരിക്കും. വരാതിരിക്കട്ടെ. എന്നാൽ പോലും ഹൃദ്രോഗമോ ക്യാൻസറോ ഒക്കെ ഇപ്പോൾ സാധാരണയായിട്ട് ആളുകൾക്ക് കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ചികിത്സാ ചെലവ് ചിലപ്പോൾ ലക്ഷങ്ങൾ വന്നേക്കാം. ചിലപ്പോൾ നമ്മൾ ഒരു മനുഷ്യായുസിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവൻ ആശുപത്രി കൊടുക്കാൻ അത് മതി. അതുകൊണ്ടാണ് നമ്മൾ കുടുംബത്തിന് വേണ്ടി എപ്പോഴും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം എന്ന് പ്രത്യേകം പറയുന്നത്. നമ്മുടെ സർക്കാരും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ GST ഒഴിവാക്കിയത്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പണ്ട് 10 ലക്ഷത്തിൻ്റെ പോളിസിക്ക് നമ്മൾ കൊടുത്തിരുന്ന പൈസ കൊണ്ട് ഇന്ന് 20 ലക്ഷത്തിൻ്റെ പോളിസി എടുക്കാൻ പറ്റും. പക്ഷേ എന്താ ചെയ്യുക? എന്നിട്ടും ഇതുവരെ പോളിസി എടുക്കാത്ത ആളുകളുണ്ടാവും. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് പോയാൽ മാസം 400-500 രൂപ മുതലുള്ള പ്ലാനുകൾ അവൈലബിൾ ആണ്. 1 കോടി രൂപ വരെ കവറേജ് ഉള്ള പ്ലാനുകൾ എടുക്കാം. ഇപ്പോൾ ഈ ഡയബറ്റീസ്, തൈറോയിഡ് ഇഷ്യൂസ്, BP, ആസ്മ അങ്ങനത്തെ അസുഖങ്ങൾക്ക് 1ാമത്തെ ദിവസം മുതൽ തന്നെ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ അവൈലബിൾ ആണ്. ക്ലെയിമിന്റെ കാര്യത്തിനാണെങ്കിൽ 30 മിനിറ്റിനുള്ളിൽ തന്നെ പോളിസി എടുത്തെടുത്തുനിന്ന് തന്നെ ക്ലെയിം സപ്പോർട്ടും കിട്ടും. ഇതുവരെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്ലാനുകളൊക്കെ നോക്കി നിങ്ങൾക്ക് പറ്റാവുന്ന പ്രീമിയത്തിന് അത്യാവശ്യം നല്ല കവറേജ് കിട്ടുന്ന ഒരു പോളിസി തന്നെ എടുത്തു വെക്കണം. കാരണം ആ രീതിയിലാണ് ഈ ചികിത്സാ ചെലവുകളൊക്കെ വർദ്ധിച്ചു വരുന്നത്. പ്രവാസികൾക്കൊക്കെ ഇപ്പോൾ വിദേശത്തു നിന്ന് എടുക്കുന്നതിനേക്കാളും 35% വരെ ചെലവ് കുറച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. നിങ്ങളുടെ സമ്പാദ്യം സേവ് ചെയ്യാൻ മുൻകൂട്ടി ഇന്ന് തന്നെ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക. അതിനുവേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും ഞാനൊരു ലിങ്ക് വെച്ചിട്ടുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഇപ്പോൾ എടുത്താൽ 25% വരെ ഡിസ്കൗണ്ടും ഉണ്ട്. ഫാർമ വെബ് സീരീസിലേക്ക് വരുമ്പോൾ ഇതിൽ ഈ ആശുപത്രി എക്സ്പെൻസുകളല്ല ഒരു വിഷയമായിട്ട് വരുന്നത്. മരുന്ന് കമ്പനികളും അവരുടെ തെറ്റായ ചില രീതികളും അതിനെ ചോദ്യം ചെയ്യലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ടീസർ റിലീസുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിട്ടുണ്ടാവും ഓൾറെഡി. എന്തായാലും ഈ വെബ് സീരീസിനെ കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ വി ഹാവ് എ വണ്ടർഫുൾ ശ്രുതി രാമചന്ദ്രൻ, നല്ല രസമുള്ളൊരു നിവിൻ പോളിയുണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള സോഷ്യൽ കോസ് കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിനെ ആ സീരിയസ്നെസ്സോടുകൂടി നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ വേണം. ഇവരുടെ ഈ ഒരു മോട്ടീവ് എന്താണ്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും ഒക്കെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ ഫീൽ ചെയ്യിക്കുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടർ വേണം. രജത് കപൂറാണ് ആ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. പുള്ളി ഗംഭീരമായിട്ട് ആവേശം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ 3 ക്യാരക്ടേഴ്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വെബ് സീരീസ് കഴിയുമ്പോൾ ഓർക്കാൻ അങ്ങനെ ഭയങ്കരമായ പെർഫോമൻസുകളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എസ്പെഷ്യലി ശ്രുതി രാമചന്ദ്രൻ ഉണ്ടായിരുന്ന അത്രയും സമയവും നല്ല രസമായിട്ട് പോകുന്നു എന്ന് തോന്നി. അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ ഓരോ എപ്പിസോഡ്സ് പറയുന്ന സമയത്ത് പറയാം. ഇമോഷണൽ കണക്റ്റാണ് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തിരുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴും അങ്ങോട്ട് കിക്കാവുന്നില്ല. എന്ന് വെച്ചാൽ പേഷ്യൻസ് സൈഡിൽ നിന്നാണ്. ഇപ്പുറത്തെ സൈഡിൽ നിവിൻ പോളി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കണക്റ്റ് ആവും. പക്ഷേ ഇത് അഫക്റ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാരുടെ സൈഡിൽ നിന്നുള്ളൊരു പെയിൻ, അവിടെയാണല്ലോ നമ്മൾ നിൽക്കുന്നത് പ്രേക്ഷകർ എന്നുള്ള നിലയ്ക്ക്. അപ്പം നമുക്കിത് എത്രത്തോളം വലിയൊരു ത്രെട്ടാണെന്നുള്ളത് ഫീൽ ചെയ്യണം. അത് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇമോഷണലി എന്നെ ടച്ച് ചെയ്തിട്ടില്ല. പിന്നെ ഇതിനകത്തൊരു സ്കാമുണ്ട്. അതൊക്കെ തുറന്ന് കാണിക്കുമ്പോഴും ഓഹോ അങ്ങനെയാണല്ലേ എന്ന് മാത്രം തോന്നുന്ന രീതിയിൽ അതൊരു പക്ഷേ നമ്മൾ ഈ വാർത്താ മാധ്യമങ്ങളിലൂടെ കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് ഈ മരുന്ന് കമ്പനികൾ ഇങ്ങനത്തെ ചില തട്ടിപ്പുകളൊക്കെ നടത്താറുണ്ട് എന്ന് പറയുന്ന ഒരു മുൻധാരണ ഉള്ളതുകൊണ്ട് ദാറ്റ്സ് നോർമൽ. നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഈവൻ അഴിമതി അടക്കം നമുക്ക് നോർമലായി ഫീൽ ചെയ്യും. ഒരാൾ കൈക്കൂലി വാങ്ങിയെന്ന് കേട്ടാൽ കൈക്കൂലി വാങ്ങിയല്ലേ, കൈക്കൂലി വാങ്ങേ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറുന്നത് ഇത്രയും വാർത്തകളും കാര്യങ്ങളും പിന്നെ നമ്മൾ നിത്യജീവിതത്തിൽ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എവിടെയോ അത് നോർമലൈസ് ചെയ്യപ്പെടുന്നത് പോലത്തെ ഒരു എഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കാം ഈ സിനിമയിൽ ഈ പറയുന്ന സ്കാം അൺഫോൾഡ് ചെയ്ത് വരുമ്പോഴും
എനിക്കൊരു ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. എനിവേ നമുക്ക് ഓരോ എപ്പിസോഡ്സ് ആയിട്ട് പറയാനാണെങ്കിൽ 8 എപ്പിസോഡ്സ് ആണുള്ളത്. ഫസ്റ്റ് എപ്പിസോഡ് നല്ല രസമായിരുന്നു. എന്ന് വെച്ചാൽ നിവിൻ പോളി അവതരിപ്പിക്കുന്ന കഥാപാത്രം KP വിനോദ്. അദ്ദേഹം വയനാട്ടിലാണ് ജനിച്ചു വളർന്നിട്ടുള്ളത്. തൃശ്ശൂർ നഗരത്തിലേക്ക് ഈ ഫാർമസി കോഴ്സൊക്കെ പഠിച്ചതിന് ശേഷം സെയിൽസിലേക്ക് മാർക്കറ്റിങ്ങിലേക്ക് വരികയാണ്, പൈസയുടെ അത്യാവശ്യമുള്ളതുകൊണ്ട്. അങ്ങനെ വന്ന് ബിനു പപ്പു അവതരിപ്പിക്കുന്ന മെഡിക്കൽ റെപ്പിനോടൊപ്പം ആ സീനിയർ ആയിട്ടുള്ള ആളുടെ ഒപ്പം ഈ ഹോസ്പിറ്റൽസ് ഒക്കെ വിസിറ്റ് ചെയ്ത് എന്താണ് ഇവിടുത്തെ പരിപാടി എന്ന് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞ് വരുന്ന ഫോർമൽ ട്രെയിനിങ് കഴിഞ്ഞ് വരുന്ന ഒരാളും ഫീൽഡിൽ ഇറങ്ങി പണിയെടുക്കുന്ന ആളും തമ്മിലുള്ള ഒരു ഡിഫറൻസ്, അതവർ കാണിച്ചിരിക്കുന്ന രീതി, ഇതിൽ കുറേ ഹ്യൂമറൊക്കെ വർക്കാവുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഓളത്തിൽ ആ ഫസ്റ്റ് എപ്പിസോഡ് അങ്ങോട്ട് പോയി. ആ എപ്പിസോഡ് കാണുന്ന സമയം തൊട്ട് പിന്നീട് എല്ലാ എപ്പിസോഡിലും ഞാൻ ശ്രദ്ധിച്ചത് ഇതിൻ്റെ ടൈറ്റിൽ ഡിസൈനിങ് പരിപാടിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഒരു സെയിൽസ്മാൻ അതിലൊരാളെ സെലക്ട് ചെയ്യുന്ന ഒരു ഷെൽഫിൽ നിന്ന് എടുക്കുന്ന പോലെ, പിന്നെ ഈ കമ്പനികൾ പറയുന്നതനുസരിച്ച് ഇയാളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അല്ലാതെ അയാളുടേതായിട്ടുള്ളൊരു പഠനമോ അയാളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻപുട്ടോ അങ്ങനെ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ലല്ലോ. അപ്പം ആ ഒരു ടൈറ്റിൽ ഡിസൈൻ പ്ലസ് നിവിൻ പോളിയുടെ ക്യാരക്ടറാണെന്ന് തോന്നുന്നു ഇങ്ങനെ വളഞ്ഞിട്ട് ഒരു ക്യാപ്സ്യൂളിനകത്തേക്ക് കയറി വരുന്ന പോലെയുള്ള അവരുടെ ടോട്ടൽ പരിപാടികൾ എനിക്ക് നല്ലതായിട്ട് തോന്നി. ആൻഡ് സെക്കൻഡ് എപ്പിസോഡിലേക്ക് വരുമ്പോൾ നമ്മൾ വളരെ എന്തൂസിയാസ്റ്റിക്കായി ഈ പരിപാടിയെ നോക്കിക്കണ്ടതിന് ശേഷം ഫെഡപ്പായി പോകുന്ന, അതിനുശേഷം തിരിച്ചു വരുന്ന അങ്ങനെ ഒരു ക്യാരക്ടറായിട്ടാണ് നിവിൻ പോളിനെ കാണുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ സ്കാം എങ്ങനെയാണെന്നുള്ളത് പയ്യെ അൺഫോൾഡ് ചെയ്ത് തുടങ്ങും. BGM പരിപാടികൾ രസമായിട്ട് എനിക്ക് തോന്നി. വിഷ്വൽ സംഭവങ്ങളും നല്ലതായിരുന്നു. പക്ഷേ പലയിടങ്ങളിലും ബ്ലർ ആവുന്നുണ്ടായിരുന്നു. അത് ആ പെർട്ടിക്കുലർ ഷോട്ടിലുള്ള എന്തെങ്കിലും ഹൈഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണോ അതോ കുറച്ചും കൂടി ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ? നമുക്കിത് ഈ ഫോണിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ബ്ലറിങ് എഫക്റ്റ് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് ടുവേർഡ്സ് എ ക്ലൈമാക്സ് എപ്പിസോഡാണ്, അല്ല അതിനൊരു 2 എപ്പിസോഡ് മുമ്പാന്ന് തോന്നുന്നു. അതായത് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു വയലൻസ് സീക്വൻസ് ഉണ്ടാകുന്നു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു സ്ത്രീക്കെതിരെയുള്ള വയലൻസ് കാണിക്കാൻ പോകാണല്ലോ, അപ്പോൾ ആ ഒരു എൻറ്റയർ സീൻ അവർ ബ്ലറാക്കിയതായിരിക്കും എന്നാണ്. പക്ഷേ വയലൻ്റ് ആവുന്ന സീൻ ബ്ലറായിട്ടില്ല. അതിന് തൊട്ട് മുമ്പുള്ള ഒരു ഷോട്ട് മാത്രം, ശ്രുതി രാമേന്ദ്രനൊക്കെ ഉള്ള ഒരു സീനാണ്, അത് വെറുതെ ബ്ലറായിട്ടുള്ളൊരു ഷോട്ട്. അതെന്തിനാ അങ്ങനെ പ്ലേസ് ചെയ്തതെന്ന് ഞാൻ ആലോചിച്ചു. ബ്രില്യൻസ് ആണെന്ന് ചിന്തിക്കാനുള്ള ഒന്നും എനിക്ക് അതിൽ നിന്ന് കിട്ടിയില്ല. ആൻഡ് സെക്കൻഡ് എപ്പിസോഡിലാണ് ഞാൻ ശരിക്കും ശ്രുതി രാമേന്ദ്രൻ്റെ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നത്. അതായത് നമുക്ക് ഇന്ന് മലയാളത്തിലുള്ള അഭിനേത്രിമാരിൽ ഒരു ആർട്ടിസ്റ്റ്, ഒരു ക്യാരക്ടർ തന്നെയാണ്, അവർ വളരെ ചിരിച്ച് കളിച്ച് ജോളിയായിട്ട് നമുക്ക് വളരെ അപ്രോച്ചബിൾ ആയിട്ടുള്ള നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള അങ്ങനെ ഒരു ഫീല് തരികയും, എന്നാൽ ആ ക്യാരക്ടറിനൊരു ഷിഫ്റ്റ് ഉണ്ട്. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ മുഖത്തേക്ക് നോക്കാൻ തന്നെ വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളായിട്ട് മാറുന്നു എന്ന് പറയുന്നൊരു ആ ഒരു ഷിഫ്റ്റിനെയൊക്കെ എന്ത് മനോഹരമായിട്ടാണ് അവർ സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നതെന്നറിയോ. വളരെ അസേർട്ടീവായിട്ടിരിക്കുമ്പോഴും കാഷ്വലായിട്ട് ഡീൽ ചെയ്യുക എന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ മൊമെൻറ്റ്സ് അവരത് ഭയങ്കര നാച്ചുറലായിട്ട് ചെയ്യുന്നു. ഈ സീരീസിലുടനീളം ശ്രുതി രാമേന്ദ്രൻ ഉള്ള അത്രയും എപ്പിസോഡ്സ് എനിക്ക് കുറച്ചും കൂടി ലൈവായിട്ട് ഫീൽ ചെയ്തു. കാരണം ഇതിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടർ, പിന്നെ ഇങ്ങനെ ഒരു കോസിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അയാളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നൊരു സീരിയസ്നെസ്, അങ്ങനെയൊക്കെയുള്ള ആ ഒരു ആംഗിളിലൊക്കെ നോക്കുന്ന സമയത്ത് ശ്രുതിയുള്ള അത്രയും എപ്പിസോഡ്സ് കുറേ കൂടി കൺവിൻസിങ് ആയിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി സീരിയസ് ആവാണ്. ആദ്യത്തെ കുറച്ച് ഹ്യൂമർ പരിപാടികൾ കഴിഞ്ഞ് പയ്യെ സീരിയസ് ആവുന്നു. 4ാമത്തെ എപ്പിസോഡിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സീൻ ഉണ്ടായിരുന്നു. ഒരു അമ്മ, അവർ ജസ്റ്റ് കുഞ്ഞിനെ പ്രസവിച്ചതേ ഉള്ളൂ, അവരും ഭർത്താവും കൂടി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഓട്ടോറിക്ഷ ഒന്നും വേണ്ട, നമുക്ക് ബസ്സിന് പോകാമെന്ന് പറയുന്ന ഭർത്താവുണ്ട്. ആ ഭർത്താവിനോട് ശ്രുതി രാമചന്ദ്രൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ആ കാര്യം കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്ന് പറഞ്ഞാലാണല്ലോ ഇപ്പോൾ ആൾക്കാർ ക്ലിക്ക് ചെയ്തൊക്കെ കാണുക. അപ്പോൾ ഈ വെബ് സീരീസ് കാണുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സീൻ അത് മിസ് ചെയ്യരുത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ ജസ്റ്റ് ഒരു സീനായിട്ട് അത് വെച്ചിട്ടുണ്ടെങ്കിലും അത് ചുമ്മാ വെച്ചതല്ലോ, അവർക്ക് ആ ഒരു പെർട്ടിക്കുലർ സാധനം ഒരുപാട് കണക്റ്റ് ആയിട്ടായിരിക്കും. ഗംഭീരമായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയത്തിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സീനായിരുന്നു അത്. അങ്ങനത്തെ ഒരു നാച്ചുറൽ വൈബിൽ ഈ എൻറ്റയർ വെബ് സീരീസ് പോയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി. ആ പോർഷൻ എത്തുമ്പോഴാണ് ഞാൻ നോട്ട് ചെയ്തിരിക്കുന്നത് അനിവാര്യമായ വിധി എന്ന് പറയുന്ന രീതിയിൽ ഈ പ്രെഡിക്റ്റബിൾ സീനുകളൊക്കെ വരുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് കാണുമ്പോൾ നമ്മളൊരു ക്യാരക്ടറിനെ കണ്ടിട്ട് ഇയാൾക്ക് ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, ഇവനൊക്കെ ഇങ്ങനെ തന്നെ വേണം എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്ന പോലെ തന്നെ സിനിമയിൽ സംഭവിക്കും, വെബ് സീരീസിൽ സംഭവിക്കും. ഇവരൊക്കെ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് ആവാൻ പോകുന്നത്, ഇവരുടെ ലൈഫിൽ എന്താ അവരുടെ കുടുംബത്തെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പോലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ അതുപോലെ തന്നെ നമ്മൾ ഈ വെബ് സീരീസിൽ കാണും. പിന്നീടുള്ള എപ്പിസോഡുകളിലും സംഭവിക്കും. ഒരാൾ നന്നായിരിക്കുന്ന കാണുമ്പോൾ അവൻ തട്ടിപ്പോവും എന്ന് നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ അമ്മയുണ്ട്, എൻ്റെ പെങ്ങളുണ്ട്, കെട്ടിച്ചുവിടാൻ എന്നൊക്കെ പറയുന്ന പ്രാരാബ്ദം പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരും സിനിമയിൽ തട്ടിപ്പോവുമല്ലോ എന്ന് പറയുന്ന പോലത്തെ ഒരു ക്ലീഷേ ഇതിനകത്തും ഉണ്ട്. 5ാമത്തെ എപ്പിസോഡിലേക്കൊക്കെ വരുമ്പോഴാണ് ഇവർ ഈ സാത്തി എന്ന് പറയുന്ന ഇവരുടെ ഗ്രൂപ്പുണ്ട്, അവർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഈ സിനിമയുടെ കോർ ആശയം എന്താണോ അതിലേക്ക് വരുന്ന ഒരു ഓർഗനൈസേഷൻ ആയിട്ടാണ്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പരിപാടിയൊക്കെ വരുമ്പോഴാണ് രജത് കപൂറിനെ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് തൊട്ടേ പുള്ളി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്നുണ്ട്. വരുന്ന സീനിലൊക്കെ ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. നമ്മൾ മിക്കവാറും ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ അങ്ങനത്തെ ഒരു സീനിയർ ഡോക്ടർ ഉണ്ടാവും, കറക്റ്റ്
കറക്റ്റ് ലുക്ക്, കറക്റ്റ് സംസാരം, കറക്റ്റ് നടത്തം എന്ന് പറയുന്ന എടുത്തു വെച്ച പോലൊരു ക്യാരക്ടർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ പറയുന്ന 5ാമത്തെ എപ്പിസോഡിലേക്ക് വന്നപ്പോഴാണ് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചത്. പിന്നെ ഒരു ഡേവിസേട്ടൻ ക്യാരക്ടറുണ്ട്. പുള്ളി അവിടെ ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. വരുന്ന സമയങ്ങളിലെല്ലാം ഭയങ്കര നാച്ചുറൽ ആൻഡ് നമുക്ക് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ക്യാരക്ടേഴ്സ് ഉണ്ട് നമുക്ക് അവിടെ ഇവിടെ ആയിട്ട്, ഇവരെയൊക്കെ നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്ന പോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്ത ആളുകളും നന്നായി ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ 5th എപ്പിസോഡ് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സാധനം ഭയങ്കരമായിട്ട് അടിച്ചത്. അതായത് വളരെ റിഗ്രസീവായിട്ടുള്ളൊരു ചിന്തയാണ് ഈ നമ്മളുടെ പാപമാണ് നമ്മുടെ മക്കൾ അനുഭവിക്കുന്നത് എന്ന് പറയുന്ന പോലെ അച്ഛനും അമ്മയും ചെയ്ത തെറ്റിൻ്റെ, ചിലപ്പോൾ പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുള്ള തെറ്റിൻ്റെ ഫലമായിട്ടാണ് മക്കൾക്ക് അസുഖങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു പരത്തുന്ന ചില വൃത്തികെട്ടവന്മാരുണ്ട്. അതായത് ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് ഏത് തരത്തിൽ ശാരീരികമായോ മാനസികമായോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുമായിട്ട് ജനിച്ചു കഴിഞ്ഞാലും ആ അച്ഛനമ്മമാർ ആ കുഞ്ഞിന് വേണ്ടി ഇടുന്ന ഒരു എഫേർട്ട് ഉണ്ട്, അവരുടെ പെയിൻ ഉണ്ട്, അവരുടെ പ്രതീക്ഷകളുണ്ട്. ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളുള്ള ഒത്തിരി അച്ഛനമ്മമാർ നമ്മുടെ ചുറ്റുമുണ്ട്. ആ സമയത്ത് നിങ്ങൾ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് നിങ്ങളുടെ മക്കൾ ഇപ്പോൾ അനുഭവിക്കുന്ന. കടുവ സിനിമയിലും പൃഥ്വിരാജ് സിമിലർ ഡയലോഗ് പറഞ്ഞത് നമ്മൾ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അവർ ആ സീൻ ആ സമയത്ത് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരുന്ന ആ ഒരു പെർട്ടിക്കുലർ സീൻ അതിൽ നിന്ന് എഡിറ്റ് ചെയ്യുകയും ചെയ്തു. അത് ഭയങ്കര മോശമാണ്, ഭയങ്കര റോങ് ആണ്. ഈ വെബ് സീരീസിൽ ഒന്നിലധികം ക്യാരക്ടേഴ്സിൽ ഈ സെയിം സാധനം കൊണ്ട് വെച്ചിട്ട് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര മോശമായിട്ട് തോന്നി. കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. നമ്മുടെ ഈ ഡോക്ടർ എന്ന് പേര് വെച്ചിട്ടുള്ള ചില ഉഡായിപ്പ് ഇൻഫ്ലുവൻസർമാരുണ്ട്, അവന്മാർ വരെ ഇമാതിരി സാധനങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ഈ വെബ് സീരീസിൽ കണ്ടപ്പം എനിക്കത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി. നമ്മൾ 2025 ഡിസംബറിലെത്തി എന്ന് ആലോചിക്കുമ്പോൾ അത് ഇപ്പോൾ ഒരു വെബ് സീരീസിൽ വീണ്ടും ആവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എപ്പിസോഡ് 7 എന്ന് പറയുമ്പോഴേക്കും ക്ലൈമാക്സ് ആവാറായി. അപ്പോൾ നായകന് ഡിറ്റർമിനേഷൻ വരണം, അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് സീക്വൻസുകൾ ഉണ്ടാവണം, ഫാർമ കമ്പനിക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ അവരുടെ തിരിച്ചടികൾ ഉണ്ടാവണം. ഇങ്ങനെയുള്ള പല സീനുകൾ ഉണ്ടാകുമ്പോഴും നമുക്ക് എവിടെ ഒരു ഫയർ ഫീൽ ചെയ്യില്ല, ഒരു ചാർജ് ഫീൽ ചെയ്യില്ല. നിവിൻ പോളി ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങുന്നു, അവന്മാർ ഇങ്ങനെ പോരാടുന്നു, അവർ ഭയങ്കര ക്രൂരന്മാരാണ് എന്ന് ഫീൽ ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടാവണമായിരുന്നു. അതൊന്നും തന്നെ ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. എന്ന് വെച്ചാൽ അത് ഒരു പഞ്ചില്ലായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഫാർമ കമ്പനിയുടെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നത് മുത്തുമണി, വീണ നന്ദകുമാർ, പിന്നെ ഒരു നോർത്ത് ഇന്ത്യൻ ക്യാരക്ടറും കൂടിയുണ്ട്. അപ്പോൾ ഇവർ എത്ര സ്ട്രോങ് ആയി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിനെക്കുറിച്ചൊരു പഞ്ച് ഫീൽ ചെയ്യുക. ഒരു പെർട്ടിക്കുലർ ഷോട്ട് ഉണ്ട്, അതായത് ഇവർ കുറേ ഫയൽസും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. ഈ ഫയൽ കൂട്ടിയിട്ട് കത്തിക്കാൻ അവർ ഏതെങ്കിലും ഒരു എംപ്ലോയിനെ ഏൽപ്പിച്ചാൽ മതിയല്ലോ. പക്ഷേ മുത്തുമണി അവിടുത്തെ മെയിൻ ഒരാളാണ്. എന്നിട്ട് ഇവർ ഈ ഫയലും സാധനങ്ങളും എല്ലാം കൂടി കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അതിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു ഷോട്ട് വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോഴേ അറിയാം വളരെ പ്രെഡിക്റ്റബിൾ ആണ്. അവരിപ്പോൾ സ്ലോ മോഷനിൽ തിരിഞ്ഞിട്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, തിരിഞ്ഞ് നടക്കരുത്, സ്ഥിരം പരിപാടിയാണ്. അതുപോലെ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഓരോ സീനും ഓരോ ഷോട്ടും അത് എൻഡ് ചെയ്യുന്നത്, ക്യാരക്ടർ എന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ അതിൻ്റെ ആ ഒരു പ്രഡിക്റ്റബിൾ നേച്ചർ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു രസംകൊല്ലി ആവുന്നുണ്ടായിരുന്നു. ഓൾറെഡി നമുക്ക് ഇമോഷൻസ് കിട്ടുന്നില്ല, അതിൻ്റെ കൂടെ ഈ പ്രഡിക്റ്റബിൾ സാധനങ്ങളും എല്ലാം കൂടി വരുമ്പോൾ പ്ലീസ് ലെറ്റ്സ് കൺക്ലൂഡ് എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് എത്തി. ഞാനിപ്പോൾ ഈ കഥ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചത്, അന്നേരം ഇങ്ങനെയായിരുന്നു, അയാളുടെ ഇമോഷൻ ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളോട് ഈ കഥ പറഞ്ഞു തന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലൊരു ഇമേജ് ഒക്കെ ഉണ്ടാവും, ഭയങ്കര രസമായിട്ട് തോന്നും. പക്ഷേ ഇത് ഈ വെബ് സീരീസിൽ വരുന്ന സമയത്ത് അതിപ്പം എഴുത്തിൻ്റെ കുഴപ്പമാണോ അതോ പെർഫോമൻസിലെ ആണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആ ഊർജ്ജം കിട്ടുന്നില്ല, അതാണ് അതിൻ്റെ മെയിൻ സാധനം. ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ കുറച്ച് ടേണിംഗ് പോയിന്റുകളും പരിപാടികളൊക്കെ ഉണ്ടാവണമല്ലോ. അതാണല്ലോ ഇത്തരം സിനിമകളുടെ അല്ലെങ്കിൽ വെബ് സീരീസുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സാറ്റിസ്ഫൈയിങ് ടേണിംഗ് പോയിന്റ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടിയില്ല. പക്ഷേ ഒരു ഓക്കെ പരിപാടിയാണ് ഇത്. ഇങ്ങനെ കൊണ്ട് എത്തിച്ചു. അതിലൊരു ട്വിസ്റ്റ് എലമെൻ്റ് ആണെങ്കിലും അതിന് ശേഷമുള്ള വിഷ്വൽ സംഭവങ്ങളിലൊക്കെ ആണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് സാധനങ്ങൾ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിവിൻ പോളി സെഗ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന 2 സീൻ അത് തുടങ്ങുമ്പോഴേ അയ്യോ ഇതിങ്ങനെ കാണിക്കില്ല, ഇത് നമുക്കിത് ഒരു സ്കിറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാനം സന്ദേശം പറയുന്നത് പോലെ ഒരു സാധനമായിപ്പോയി. സ്പൂൺ ഫീഡ് ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന പോലത്തെ ഒരു എലമെൻ്റായിട്ട് എനിക്ക് തോന്നി. പിന്നെ ചില ഭാഗങ്ങൾ വളരെ ഇൻകംപ്ലീറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് നമുക്ക് മനസ്സിലാവാത്ത പോലെ. ഇതിൽ രജത് കപൂർ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് പോലെയാണ് ഇത് വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവസാനമാകുമ്പോൾ ഇൻ്റർവ്യൂ കഴിയുകയും ചെയ്യും. പക്ഷെ എന്തിനാണ് എന്നുള്ളത് സ്ട്രൈറ്റ് നിങ്ങൾക്ക് കഥ പറഞ്ഞാലും ഞങ്ങൾക്കിത് മനസ്സിലാവുമായിരുന്നല്ലോ എന്ന് പറയുന്ന പോലെ അതിൻ്റെ ഒരു റീസൺ എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. പിന്നെ ഇതിനകത്ത് ഒരാൾ ഓടിക്കയറി വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ജീവൻ പോകുന്ന പോലത്തെ ഒരു സിറ്റുവേഷനിൽ പിടിക്കപ്പെടുന്ന അവിടം വരെ നമ്മൾ കണ്ടു. പിന്നെ കുറേ കഴിയുമ്പോൾ നമ്മൾ അറിയുന്നത് അവൻ രക്ഷപ്പെട്ടു എല്ലാം ഓക്കെയാണ്. എങ്ങനെ അങ്ങനൊരു സ്ഥലത്തുനിന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ
അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവൻ അപ്രത്യക്ഷനായിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അവൻ രജനീകാന്ത് ആയിരിക്കണം. ഇതൊന്നും അല്ലാതെ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത്, അങ്ങനത്തെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെബ് സീരീസിൽ അവിടെ ഇവിടെ ആയിട്ടുണ്ട്. അതിനൊന്നും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കിട്ടിയതുപോലെ തോന്നിയില്ല. ഇനിയിപ്പോൾ ഞാൻ കണ്ടപ്പോൾ ശ്രദ്ധിക്കാതെ പോയതാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും അത് സഹായകരമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഒരു ജസ്റ്റ് ഓക്കെ പരിപാടി. തുടക്കത്തിലെ നിവിൻ പോളിയുടെ ഒരു സാധനമൊക്കെ ഉണ്ട്. കുറേ നാളിന് ശേഷം നമ്മൾ നിവിൻ പോളിനെ സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു രസമുണ്ട്. ശ്രുതി രാമചന്ദ്രൻ്റെ ആ ക്യാരക്ടറിനെയും അതുപോലെ തന്നെ ആ വെബ് സീരീസിലെ 2-3 എപ്പിസോഡ്സിനെയും അവരിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ആ പോർഷൻസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കോസായിരുന്നു. പക്ഷേ ആ ഇമോഷൻ നമുക്ക് കിട്ടിയില്ല. അനുഭവിക്കപ്പെടുന്നവൻ, ഇതിൽ ഇരയാക്കപ്പെടുന്നവൻ്റെ പെയിൻ അത് നമുക്കിതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നവൻ്റെ ഉള്ളിലെ തീ എവിടെയാണ് എന്നുള്ളതും കാണാൻ പറ്റിയിട്ടില്ല. അവന് തീ ഉണ്ട്, അവൻ ഭയങ്കര ഫൈറ്ററാണ്, ശരി എന്നേ ഉള്ളൂ. കിട്ടിയില്ല. പക്ഷേ നമ്മൾ ഈ അടുത്ത കാലത്ത് മലയാളത്തിലൊക്കെ കണ്ടിട്ടുള്ള പല വെബ് സീരീസുകളും പ്രത്യേകിച്ച് ഒരു അനക്കവും ഒരു ഫീലും തരാതെ കടന്നു പോകുന്ന സമയത്ത് കമ്പയർഡ് ടു ആ വെബ് സീരീസുകൾ ഓക്കെ വാച്ച് ഫോർ മീ. പക്ഷേ സിനിമകളാണെങ്കിലും വെബ് സീരീസുകളാണെങ്കിലും ആളുകളുടെ അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ വെബ് സീരീസ് കാണണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ചില ആളുകൾക്ക് അതൊരു മോട്ടിവേഷൻ ആയേക്കാം. അപ്പോൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. ഇനി ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇത് പിന്നത്തേക്ക് മാറ്റിവെച്ചാൽ ചിലപ്പോൾ വലിയൊരു തുക നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ചെലവഴിക്കാൻ അധിക നേരമൊന്നും വേണ്ടി വരില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളൊക്കെ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇൻഷുറൻസ് 25% വരെ ഡിസ്കൗണ്ടോടുകൂടി എടുക്കാനുള്ള ലിങ്കാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായും തോന്നുകയാണെങ്കിൽ പരിഗണിക്കുക.